നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കല്യാണ സദ്യകളിൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരൈറ്റമാണ് സാമ്പാർ. സാമ്പാർ പല രീതികളിൽ പലയിടത്തും ഉണ്ടാക്കാറുണ്ട്. നമ്മൾ ഇന്നൊരു വ്യത്യസ്തമായ രീതിയിലാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ റെസിപ്പി ഒരു പ്രാവശ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. നമ്മളൊരു പാത്രത്തിൻ്റെ അകത്തേക്ക് 1 കപ്പ് തുവരപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് വെച്ച് ഒരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ ഒന്ന് കുതിർക്കാനായിട്ട് വെക്കാം. അതിനുശേഷം ഒരു 3-4 പ്രാവശ്യം നമുക്ക് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കാം. മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് പിഴുപുളി ഇട്ട് കൊടുക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പിഴുപുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് എടുക്കാവുന്നതാണ്. ഇനി ഒരു കുക്കറിൻ്റെ അകത്തേക്ക് നമുക്ക് ആ കുതിർത്ത് വെച്ചിരുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഉപ്പ്, പരിപ്പ് വേവുന്നതിന് ആവശ്യമായ വെള്ളം, ഞാനൊരു 4 ഗ്ലാസ് വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് ഒരു 6 to 8 വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു സാമ്പാർ പൊടി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഒരു 2 ടീസ്പൂൺ കടലപ്പരിപ്പും ഒരു 2 ടീസ്പൂൺ ഉഴുന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 1 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു 5 ഉണക്കമുളക്, 4 ടീസ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ ഉലുവ ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും 1 മിനിറ്റും കൂടെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. വറുത്തെടുത്ത മസാല നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ച് എടുക്കാവുന്നതാണ്. ഈ മസാലയാണ് നമ്മുടെ സാമ്പാറിന് അതീവ രുചി നൽകുന്നത്. സാമ്പാർ ഉണ്ടാക്കുന്നതിന് നമ്മളിവിടെ കുറച്ച് പച്ചക്കറികൾ എടുത്തു വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, പച്ചമുളക്, ചുവന്നുള്ളി, തക്കാളി, ബീൻസ്, മല്ലിയില, ഒരു മാങ്ങ, 2 വഴുതനങ്ങ, 2 മുരിങ്ങയ്ക്ക. ഇനി ഒരു പാനിൻ്റെ അകത്തേക്ക് നമ്മളൊരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, 2 തണ്ട് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒരു 25 ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാമ്പാറിൽ എപ്പോഴും ചുവന്നുള്ളി തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് അതീവ ടേസ്റ്റ്. ചുവന്നുള്ളി ചേർത്ത് കൊടുത്ത് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ അകത്തേക്ക് മുരിങ്ങയ്ക്ക, ബീൻസ്, വഴുതനങ്ങ, ക്യാരറ്റ്, തക്കാളി, പച്ചമുളക് ഇത്രയും സാധനം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കഷ്ണങ്ങളെല്ലാം ഇതേപോലെ ഒന്ന് തപ്പിപ്പൊത്തി വെക്കുക. അതിനുശേഷം മൂടി വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. കഷ്ണങ്ങളെല്ലാം ചെറുതായിട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റും കൂടി മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാമ്പാർ പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് കഷ്ണങ്ങളുമായി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക.
ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു പൂള് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു മാങ്ങ മുഴുവനും ഒരു കാരണവശാലും ചേർത്ത് കൊടുക്കരുത്. ഒരു പൂള് മാങ്ങ എടുത്ത് 2-3 കഷ്ണങ്ങളാക്കി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റും കൂടി മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന ദാല് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് അല്പം വെള്ളവും കൂടെ ഈ കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 2 ഗ്ലാസ് വെള്ളവും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. വീണ്ടും നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റും കൂടെ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ കുതിരാനായിട്ട് കുറച്ച് പുളി വെച്ചിരുന്നു, അത് നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഒന്ന് നോക്കാം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 3 മിനിറ്റും കൂടെ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്വയംഭൻ സാമ്പാർ റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം.